Hello, welcome to Financial Management. We have been discussing about payback method. Today we will discuss advantages as well as disadvantages of payback method. So payback method is the first project evaluation technique where we estimate the payback period. Payback period means the time duration required to recover the initial investment. Initial investment recover ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ടൈം പീരീഡിനാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. സോ ബെസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഷോർട്ടർ പേ ബാക്ക് പീരീഡുള്ള പ്രോജക്റ്റ് ആയിരിക്കും. ഈ രീതിയിലാണ് പേ ബാക്ക് മെത്തേഡ് പ്രോജക്റ്റ് ഇവാലുവേഷൻ ഉപയോഗിക്കുന്നത്. Now let us see what are the advantages of payback method. It is simple to understand and easy to apply. That is the first advantage. So among all the techniques what we are going to study, the most simple method is payback method. It is very important for cash forecasting, budgeting and cash flow analysis. Cash flow analysis, budgeting, forecasting, cash forecasting ഇതിനെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻസ് നൽകുന്ന മെത്തേഡാണ്. This method can be used profitably for short-term capital project which start yielding returns in the initial years. So payback method is suitable for short-term capital project and also those projects which start yielding returns in the initial years. തുടക്കത്തിൽ തന്നെ നല്ല രീതിയിലുള്ള റിട്ടേൺസ് നൽകുന്ന തരം പ്രോജക്റ്റ് അനലൈസ് ചെയ്യാനാണ് പേബാക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ് മിനിമൈസ് the possibility of losses through obsolescence. അതായത് ഒബ്സലീറ്റ് ആകാനുള്ള പോസിബിലിറ്റിയെ മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറയുന്ന ആസ്പെക്റ്റിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതായത് ലിക്വിഡിറ്റി കൂടിയ പ്രോജക്റ്റ് ആകുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. ദിസ് മെത്തേഡ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പ്രോജക്ട്സ് വിത്ത് ഹൈ അൺസർട്ടൻറ്റി. വളരെ കൂടുതൽ അൺസർട്ടൻറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോജക്റ്റുകൾ അനലൈസ് ചെയ്യുമ്പോഴും അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് പേ ബാക്ക് മെത്തേഡാണ്. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് പേ ബാക്ക് മെത്തേഡ്. Now let us discuss the disadvantages of payback method. First point, it ignores time value of money. This is the important disadvantage or the most negative factor while we consider all the project evaluation technique. Payback method does not consider time value of money. We have discussed what is time value of money. That is value of money changes over a period of time. ആ കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതേ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. It completely ignores inflows after the payback period. അതായത് നമ്മൾ ക്യാഷ് ഇൻഫ്ലോസ് എടുക്കുമ്പോൾ പേബാക്ക് പീരീഡ് വരെ എത്ര ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകുന്നുണ്ടെന്ന് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിനുശേഷമുള്ള പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചിട്ട് ഈ മെത്തേഡ് കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. ഇറ്റ് ഡസ് നോട്ട് മെഷർ പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രോജക്ട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി ആസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് നൽകുന്നില്ല. എത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ എത്ര ഷോർട്ട് ഡ്യൂറേഷനിൽ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നെന്ന് മാത്രമാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ അടുത്ത ഡിസഡ്വാൻറ്റേജ്. ഇറ്റ് ഡസ് നോട്ട് മെഷർ ദി റേറ്റ് ഓഫ് റിട്ടേൺ. സോ പ്രോഫിറ്റബിലിറ്റി
എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്നുള്ള ഈ തരം പ്രോജക്റ്റ് എന്നുള്ള റേറ്റ് ഓഫ് റിട്ടേൺ എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടും ഈ മെത്തേഡ് സഹായിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ടൈമിംഗ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. അത് കാരണം ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ടൈമിംഗ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ. So these are the disadvantages of payback method. Let us conclude. Thank you.